ജനകീയ മോടിയോടെ കാസർഗോഡ് ജില്ലാ ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. 1980 എറണാകുളത്ത് എടപ്പള്ളി ആസ്ഥാനമായി കേവലം 24 ലൈസൻസുള്ള വയറിംഗ് തൊഴിലാളികൾ ചേർന്ന് രൂപീകരിച്ച കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഈ 44 വർഷം പിന്നിടുമ്പോൾ കേരളത്തിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഈ സ്വതന്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു സംഘടനയാണ്. അതുകൂടാതെ തൊഴിലാളി രംഗത്ത് ജാതി മത ചിന്തകൾക്ക് അതീതമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടന കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷനാണ്. അതുകൂടാതെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ നമ്മൾ കഴിഞ്ഞ പ്രളയകാലത്തും അതിനുശേഷവുമൊക്കെ കാസർഗോഡ് നിന്ന് വരെ നമ്മുടെ എറണാകുളം, ആലപ്പുഴ മേഖലകളിലെ വീടുകളിൽ വെള്ളം കയറി വയറിംഗ് നശിച്ച അത്തരം വീടുകളിൽ വീണ്ടും വെളിച്ചമെത്തിക്കാനും വയറിംഗ് ചെയ്ത് നല്ല രീതിയിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഏകദേശം 40ഓളം ആളുകൾ നമ്മൾ 4-5 ദിവസം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഈ 2 ദിവസങ്ങളായി ഇന്നലെയും ഇന്നുമായി മലയോരമണ്ണായ ചുള്ളിക്കരയിൽ വെച്ച് നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ സംഘടന സത്യത്തിൽ പറഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ നമ്മളെയൊക്കെ സഹായിച്ച സംഘടനയാണ്. വ്യക്തികളുണ്ട്. രാജീവ് ജി, അതായത് വൈദ്യുതി സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം വന്നപ്പോൾ എല്ലാവർക്കും വൈദ്യുതി എന്ന പദ്ധതി വന്നപ്പോൾ
ഒരു വീട്ടിൽ പോലും വൈദ്യുതി ഇല്ലാത്ത വീടുണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വയറിംഗ് സൂപ്പർവൈസർമാർ ഒരുപാട് വീടുകൾ സൗജന്യമായി തന്നെ വയറിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വീടുകൾ സൗജന്യമായി. അവസാനം KSBക്കാർ പറയും എന്താ ചെയ്യാ, നമുക്ക് ആരെങ്കിലും വയറിംഗ് ചെയ്യുന്ന ഒരാളെ കണ്ടു നോക്കാം, അവർ ചെയ്തോളും. അങ്ങനെ എത്ര വീടുകൾ എന്നറിയോ. ഇന്നിപ്പോ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ ഓർക്കണമെന്നില്ല, അതൊന്നും ഓർക്കണമെന്നില്ല. പക്ഷെ നമ്മളെ മനസ്സിനകത്ത് അത് കൃത്യമായി ഓർക്കുന്നു. ഇന്നിപ്പോൾ എല്ലാവർക്കും കറണ്ട് ഉണ്ട്, ഇന്ന് സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചമുണ്ട്. അന്ന് ആ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് സത്യത്തിൽ അവർക്ക് താങ്ങും തണലുമായി ഈ സംഘടന നിന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സംഘടനയുടെ ഈ ഇനി സംസ്ഥാന സമ്മേളനമുണ്ട്. ജില്ലാ സമ്മേളനമാണെന്ന് നടക്കുന്നത്. സംസ്ഥാന സമ്മേളനവും വളരെ നല്ല രീതിയിൽ വിജയപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സമ്മേളനം വേദിയിലും സദസ്സിലുള്ള നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.